നമസ്കാരം. ജ്യോതിഷ തൽപരരായ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. 2025 എന്ന വർഷം പല കാര്യങ്ങൾ കൊണ്ടും പ്രത്യേകത നിറഞ്ഞതാണ്. നമുക്ക് സാധാരണ ജീവിതത്തിൽ പോലും അറിയാം, പ്രകൃതിക്ഷോഭങ്ങൾ വീണ്ടും വരുന്നു, പകർച്ചവ്യാധികൾ വീണ്ടും ആവർത്തിക്കുന്നു, യുദ്ധങ്ങൾ പോലും തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ 2025 ജ്യോതിഷപരമായ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് ഗ്രഹങ്ങളിലെ രാശിമാറ്റം നടക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് മാർച്ച് 29 നടന്ന ശനിയുടെ രാശിമാറ്റമായിരുന്നു. ശനി മീനൻ രാശിയിലേക്ക് കടന്നു, സ്വന്തം ക്ഷേത്രമായ കുംഭം വിട്ട് മീനത്തിലേക്ക് കടന്നു. അടുത്തത് വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ് നടന്നത്. മെയ് 14 രാത്രിയിലാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം. ഇടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് വ്യാഴം നീങ്ങിയിട്ടുണ്ട്. അടുത്തത് നടന്നതെന്ന് പറഞ്ഞാൽ രാഹു കേതുക്കളുടെ രാശിമാറ്റമാണ്. 1.5 വർഷം കൂടുമ്പോഴാണ് രാഹുവും കേതുവൊക്കെ മാറുന്നത്. രാഹു മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും കേതു കന്നിയിൽ നിന്ന് ചിങ്ങത്തിലേക്കും രാശി മാറി. പിന്നെ നടന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ചൊവ്വയും കേതുവുമായിട്ടുള്ള ഒരു യോഗവും സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്തടുത്ത മാസങ്ങളിലായിട്ട് നടക്കുന്നു. ചില പ്രത്യേക ഗ്രഹയോഗങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതെല്ലാം നമ്മുടെ പ്രകൃതിയെയും സാധാരണ ജീവിതത്തെയും ബാധിക്കുന്നുണ്ട്. ഈ വർഷം മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. വ്യാഴം തുടർച്ചയായിട്ട് 3 രാശികളിൽ സഞ്ചരിക്കുന്ന കാലമാണ്. 3 രാശികൾ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 18 മിഥുനത്തിൽ നിന്ന് കർക്കടകത്തിലേക്ക് മാറും. അതിനുശേഷം ഡിസംബർ 5 വീണ്ടും തിരികെ മിഥുനത്തിലേക്ക് വരും. ഫലത്തിൽ ഇപ്പോൾ ഒരു രാശിമാറ്റം നടന്നു. ഇനി അടുത്ത കർക്കടകത്തിലേക്ക് പോകുന്നു, അവിടുന്ന് തിരിച്ച് മിഥുനത്തിലേക്ക് വരുന്നു. പക്ഷേ 2019-20 കാലഘട്ടങ്ങളിൽ അതിചാരം വ്യാഴത്തിന് വന്ന സമയത്ത് ഉള്ളൊരു പ്രത്യേകത, ശനിയുമായിട്ട് അടുത്താണ് വ്യാഴം സ്ഥിതി ചെയ്തിരുന്നത്. അതുകൊണ്ട് കൂടുതൽ പകർച്ചവ്യാധികളുടെ എഫക്റ്റൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. ഇത്തവണ അത്രയും ഉണ്ടാകുകയില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. ആ സമയത്തുള്ള മറ്റ് ഗ്രഹസ്ഥിതിയോടെ നോക്കിയാലേ അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം നമുക്ക് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടോ, എന്തൊക്കെയാണ് സാധാരണഗതിയിൽ ഈ വ്യാഴമാറ്റം കൊണ്ട് ഓരോ കൂറിലും പെട്ട വിവിധ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനിടയുള്ള കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ വരാനുള്ള മാറ്റങ്ങൾ, പിന്നെ അതിന് എന്താണിപ്പോൾ ഈ വർഷം ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്നൊക്കെയാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ശനിയുടെ രാശിമാറ്റമാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ഭീതിയോടെ വീക്ഷിക്കാറുള്ളത്. പക്ഷേ ഈ ശനി മാറുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു മാറ്റമാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റവും. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവാധീനവും ഐശ്വര്യവും എല്ലാം കൊണ്ടിരുന്നത് വ്യാഴത്തിൻ്റെ സഞ്ചാര അവസ്ഥകളാണ്, ഗ്രഹസ്ഥിതി എവിടെയാണ് എന്നുള്ളതാണ്. അപ്പോൾ വ്യാഴം അനുകൂല സ്ഥാനങ്ങളിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ സമയത്ത് നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. സന്താന ഗുണം, ധനഗുണം, സ്വർണം, സൽകീർത്തി, ബന്ധുഗുണം, പിന്നെ ബുദ്ധി വൈഭവം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കൊക്കെയാണെങ്കിൽ പഠനത്തിൽ നല്ല സാമർഥ്യവും ഉന്നത ഡിഗ്രികളൊക്കെ കൈവരിക്കാൻ സാധിക്കും. വ്യക്തിപരമായൊരു ചൈതന്യം നമുക്ക് ലഭിക്കും. സുഖവും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലുള്ള സ്നേഹ കൂടുതലും ഒക്കെ ആ സമയത്ത് ഉണ്ടാകും. പിന്നെ നമ്മുടെ ആത്മീയ ചൈതന്യം വർദ്ധിക്കുകയും ഈശ്വരഭക്തി നമുക്ക് വളരെ ഗുണകരമായിട്ട് വരികയും ചെയ്യും. സൽഗതി പ്രാപിക്കാനുള്ള യോഗമുണ്ട്. കർമ്മങ്ങൾ വളരെ സാത്വികമായിരിക്കും. പ്രവൃത്തികൾ ശുഭകരവും ആയിരിക്കും. അതാണ് വ്യാഴം അനുകൂല ഭാവങ്ങളിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ. ചില കൂറുകാരെ സംബന്ധിച്ച് പ്രതികൂല ഭാവങ്ങളിലായിരിക്കും ചില നക്ഷത്രക്കാർക്ക് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് തൊട്ടതെല്ലാം കുറ്റം, അല്ലെങ്കിൽ നമ്മൾ നല്ലത് ആഗ്രഹിച്ച് എന്തെങ്കിലും ചെയ്താലും നമുക്ക് കൈപ്പിഴവ് സംഭവിക്കുകയോ അല്ലെ പ്രവൃത്തികളിൽ ഗുണം കിട്ടാതിരിക്കുകയോ അല്ലെ കുറ്റമെല്ലാം നമ്മുടെ തലയിലേക്ക് വെച്ച് കെട്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാകാം. അപ്പോൾ അതാണ് വ്യാഴത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ശനി ചെയ്യുന്നത് പോലുള്ള അത്രയും ഒരു ദോഷകരമായ ഫലം ദുസ്ഥാനങ്ങളിലാണെങ്കിലും ഉണ്ടാകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശനിയാണെങ്കിൽ നമ്മളെ ശരിക്കും പാഠം പഠിപ്പിക്കും, അല്ലെങ്കിൽ ആഞ്ഞടിക്കും. വ്യാഴം അല്പം കൂടെ മൈൽഡായിട്ടായിരിക്കും വ്യാഴത്തിൻ്റെ എഫക്റ്റ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ നക്ഷത്രക്കാരുടെ ഫലങ്ങളായിട്ട് നോക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലമാണ് നോക്കാനുള്ളത്. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ 15 നാഴികയ്ക്കുള്ളിൽ ജനിച്ചവർ.
അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഇപ്പം വ്യാഴം മാറിയിട്ടുള്ളത് 2ാം ഭാവത്തിൽ നിന്ന് 3ാം ഭാവത്തിലേക്കാണ്. അപ്പോൾ ഈ 3ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് അത്ര ഗുണകരമല്ല. പൂർണ്ണമായും ദോഷകരമല്ലെങ്കിലും 3, 6, 8, 12 ഒക്കെ വ്യാഴത്തിന് അനുകൂലമല്ലാത്ത ഭാവങ്ങളാണ്. സാഹസങ്ങൾക്ക് എടുത്തു ചാടരുത് എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത്. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും തലയിടാൻ പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. നമുക്ക് നല്ല ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പിന്തുണ കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനകത്ത് ഏർപ്പെടുകയോ ചെയ്യാൻ പാടുള്ളൂ. എങ്കിലും ഈ 3ലെ വ്യാഴം എന്ന് പറയുന്നത് ഇപ്പം വ്യാഴത്തിൻ്റെ മിഥുനത്തിലെ സ്ഥിതി കൊണ്ട് അത്ര ദോഷകരമല്ല. പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുകൂലമായ നടപടികൾ കിട്ടും. അതുപോലെ മൂത്ത സഹോദരങ്ങളിൽ നിന്ന് പിന്തുണ കിട്ടും. 3ലെ വ്യാഴം മുറവിളി കൂട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റ് ഗ്രഹങ്ങളും കൂടെ ദോഷകരമാണെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പോലും പലപ്പോഴും ഫലം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകാം എന്നുള്ളതുകൊണ്ടാണ്, അതായത് നിസ്സഹായാവസ്ഥ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ 3ലെ വ്യാഴം മുറവിളി കൂട്ടും എന്ന് പറയുന്നത്. പക്ഷേ അത്ര ദോഷകരമെന്ന് പറഞ്ഞുകൂടാ. എങ്കിൽ പോലും പല കാര്യങ്ങളിലും സാഹസികമായിട്ട് എടുത്തു ചാടുന്ന അല്ലെങ്കിൽ വീണ്ടുവിചാരം കൂടാതെ എടുത്തു ചാടുന്നത് നമ്മളെപ്പറ്റി ആരോപണങ്ങളോ അപവാദങ്ങളോ ധനനഷ്ടമോ അല്ലെങ്കിൽ അബദ്ധം പറ്റാനോ ഒക്കെ ഉള്ള സാധ്യതയിലേക്ക് എത്തിച്ചേരാം. ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഘട്ടമാണ് എന്നും നമുക്കിത് പറയാം. അപ്പോൾ ഈ മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികക്കാരെ സംബന്ധിച്ച് കുറേയേറെ നഷ്ടങ്ങൾ, ബന്ധുജനങ്ങളുടെ വിയോഗമോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുതൽ മുടക്കുകൾ ചെയ്യുമ്പോൾ, അതായത് ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ നിക്ഷേപങ്ങളോ ഒക്കെ നടത്തുമ്പോൾ വളരെ ആലോചിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. നന്നായിട്ട് അതിനെപ്പറ്റി പഠിച്ചിട്ട് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ അബദ്ധം പറ്റാനുള്ള സാധ്യത ഉണ്ട്. ജോലിയിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. എങ്കിൽ പോലും മേലധികാരികൾ പലപ്പോഴും നമ്മൾ ചെയ്യാത്ത തെറ്റിന് പോലും നമ്മളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറും. നേരിട്ട് കുറ്റപ്പെടുത്തിയില്ലെങ്കിലും അവർക്കൊരു സ്നേഹക്കുറവ് അല്ലെങ്കിൽ ഒരു അടുപ്പക്കുറവ് ഒക്കെ കാണിക്കുമ്പോഴത്തേക്കും നമുക്കൊരു പ്രയാസം ഉണ്ടാകും. അതുപോലെ ഈ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്ന്, മൂത്ത സഹോദരങ്ങളിൽ നിന്ന് ആനുകൂല്യം ഉണ്ടാകുമെങ്കിലും ഇളയ സഹോദരങ്ങളിൽ നിന്ന് അത്ര നല്ല പെരുമാറ്റം ഉണ്ടാകണം എന്നില്ല. അതുപോലെ സഹോദരങ്ങൾ പലപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം. ആനുകൂല്യമൊക്കെ ചെയ്തു തന്നാലും സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മളെ വെറുതെ കുറ്റപ്പെടുത്തുക. അപ്പം നമുക്ക് മനസ്സിനൊരു പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകും. പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം വൈകാൻ സാധ്യതയുണ്ട് ഈ വർഷം. അതുപോലെ തന്നെ നമുക്കിഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ അത്ര യോഗ്യതയില്ലാത്ത ആൾക്കാർക്ക് പല നേട്ടങ്ങളും കിട്ടുന്നത് കൊണ്ട് നമുക്ക് മനസ്സിനൊരു പ്രയാസം, ഒരു ദുഃഖം തോന്നാനുള്ള സാധ്യതയും ഉണ്ട്. മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സംസ്കാരശൂന്യരായ ആൾക്കാരോടൊത്ത് പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതും മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ. അപ്പം നല്ല രീതിയിലൊന്നും പ്രവർത്തിക്കാത്ത അല്ലെങ്കിൽ വേണ്ടത്ര സംസ്കാരം ഇല്ലാത്ത അല്ലെങ്കിൽ വേണ്ടത്ര മാനസികമായിട്ട് പക്വതയില്ലാത്ത മേലുദ്യോഗസ്ഥരോ സഹപ്രവർത്തകരോ ഒക്കെ വന്നു ചേർന്നാൽ അവരോടൊത്ത് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഏത് മേഖലയിലാണെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അങ്ങനെയുള്ള ചില അവസരങ്ങളും ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് വന്നു ചേർന്നേക്കാം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ട് അവസാനം മുറവിളി കൂട്ടുന്ന അവസ്ഥ ഉണ്ടാകരുത്. സഹോദരങ്ങൾക്ക് നല്ല കാലവുമാണ്, നമ്മുടെ സഹോദരങ്ങൾക്ക് നല്ല കാലമാണ്. പക്ഷേ ഈ കുറ്റപ്പെടുത്തലാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കോടതികളുമായിട്ടോ സർക്കാർ ഉദ്യോഗവുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ ജീവിതത്തിൽ നടക്കാനും സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തൊഴിൽ മാറ്റത്തിന് അത്ര അനുകൂലമായൊരു ഘട്ടമല്ല 3ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം. അപ്പോൾ 3ൽ വ്യാഴം എന്ന് പറയുന്നത് ദോഷകരമെന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ സാത്വികമായിട്ട് തന്നെ ചെയ്ത് ആലോചിച്ച് ഉറപ്പിച്ച് നല്ല കർമ്മങ്ങളാണ് ചെയ്യുന്നതെന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോവുക. പിന്നെ കുറച്ച് പരിഹാര കർമ്മങ്ങളൂടെ പറയാം, അതുകൂടെ ചെയ്ത് മുന്നോട്ട് പോവുക. ഈ മേടക്കൂറിന് ശനി 12ലാണ്, രാഹു 11ലാണ്, കേതു 5ലുമാണ്. അതാണ് പ്രധാന ഗ്രഹസ്ഥിതികൾ വ്യാഴത്തിൻ്റേത്. കൂടാതെ വ്യാഴം അനുകൂല സ്ഥാനത്തല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വ്യാഴത്തിൻ്റെ അതിദേവതയായ വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുക. മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്ത് പ്രാർത്ഥിക്കണം. നിത്യവും മഹാവിഷ്ണുവിൻ്റെ നാമങ്ങൾ ജപിക്കുക, അല്ലെ സ്തോത്രങ്ങൾ ജപിക്കുന്നതൊക്കെ ഉത്തമമാണ്. ഗുരുവായൂരപ്പനെയൊക്കെ പ്രാർത്ഥിക്കുന്നവർ ഗുരുവായൂരപ്പ സ്തുതികളോ സ്തോത്രങ്ങളോ ഒക്കെ അവർക്ക് ജപിക്കാം. അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം പോലുള്ള കാര്യങ്ങൾ ജപിക്കാം. അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്നുള്ള അഷ്ടാക്ഷരി മന്ത്രം
ജപിക്കുന്നത് നല്ലതാണ്. 8 അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് അഷ്ടാക്ഷരി മന്ത്രം എന്ന് പറയുന്നത്. ഇത് ഗുരുപദേശം ഇല്ലാതെ തന്നെ ആർക്കും ജപിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അത് ചെയ്യാം. അതുപോലെ തന്നെ ഈ ശനി 12-ലാണ്, അതായത് ചെലവിൻ്റെ സ്ഥാനത്ത്, വ്യയത്തിൻ്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് ശനിയുടെ ദോഷ കാഠിന്യം കുറയ്ക്കാനായിട്ട് ശാസ്താവിന് നെയ്വിളക്കും പൂമാലയുമൊക്കെ നൽകി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ശാസ്താവിന് നീരാഞ്ജനം തെളിച്ച് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. പിന്നെ രാഹു 11-ലാണ്, ലാഭസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ രാഹു എന്ന് പറയുന്നത് ദുഷ്ടഗ്രഹമാണെങ്കിലും 11-ൽ വരുമ്പോൾ ചില ഗുണഫലങ്ങൾ നൽകും. അതുകൊണ്ട് സർപ്പദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടി സമർപ്പിച്ച് ഒരു നാണയവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ ധനപരമായ നഷ്ടങ്ങൾ ഒഴിവാക്കാനും ധനപരമായിട്ട് കുറേ ആനുകൂല്യം കിട്ടാനും നല്ലതാണ്. അതുപോലെ ബുദ്ധിയുടെയും പ്രതിഭയുടെയൊക്കെ ഭാവമായ 5-ലാണ്, അതുപോലെ സന്താന ഭാവവുമായ 5-ലാണ് കേതു സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാന് നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും നല്ലതാണ്. തടസ്സങ്ങൾ വരാതെയും കുഞ്ഞുങ്ങൾക്ക് ദോഷങ്ങളൊന്നും ഉണ്ടാകാതെയൊക്കെ രക്ഷിക്കാനായിട്ട് അത് ഉപകാരപ്പെടും. അപ്പോൾ ഇതാണ് മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ പാദം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അവരുടെ ഇപ്പോൾ അനുഭവിക്കാനിടയുള്ള അനുഭവങ്ങൾ. അപ്പം വളരെ ദോഷകരം എന്ന് നമുക്ക് പറഞ്ഞുകൂടാ ഈ വർഷം. എങ്കിൽ പോലും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഏത് നിമിഷവും ഉണ്ട്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോളുക. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. കാർത്തികയുടെ 2-ാം പാദം, 3-ാം പാദം, 4-ാം പാദം, അതായത് കാർത്തികയുടെ അവസാന 1/4 ഭാഗം, രോഹിണി നക്ഷത്രം, മകയിരത്തിൻ്റെ 1-ഉം 2-ഉം പാദങ്ങളിൽ ജനിച്ചവർ. ഇതാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. അപ്പോൾ അവരെ സംബന്ധിച്ച് വ്യാഴം 2-ാം ഭാവത്തിലേക്കാണ് മാറിയിട്ടുള്ളത്. ഇതുവരെ ജന്മത്തിൽ കൂടെയായിരുന്നു വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പം വ്യാഴം 2-ൽ എന്ന് പറഞ്ഞാൽ, അതായത് 2-ാം ഭാവം ധനഭാവമാണ്, വാക്കിൻ്റെയും വിദ്യയുടെയും ഒക്കെ ഭാവമാണ്, കണ്ണുകളെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. അപ്പോൾ അതിനൊക്കെ ഗുണമാണ് വരുന്നത്. ധനം, വാക്ക്, കുടുംബം, വിദ്യാഭ്യാസം, ഇതിനെല്ലാം പുഷ്ടിപ്പെടുത്തുന്ന ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം അനുകൂലമായിട്ട് വ്യാഴം സ്വാധീനിക്കും. ധനാഗമ മാർഗങ്ങൾ പല രീതിയിൽ തുറന്നു വരും. നമ്മൾ നേരത്തെ വേണ്ട എന്ന് വെച്ച് മാറ്റി വെച്ചിരുന്ന അല്ലെ പരാജയപ്പെട്ടിരുന്ന പല സംരംഭങ്ങളും ഈ സമയത്ത് വീണ്ടും വിജയകരമായിട്ട് ചേരും. അതുപോലെ നമ്മൾ വേണ്ടാന്ന് വെച്ചിരുന്ന ചില സംരംഭങ്ങൾ വീണ്ടും നമ്മൾ പ്രവർത്തിപ്പിച്ച് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന വർഷമാണ്. കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാൻ കഴിയുന്ന വർഷമാണ്. അല്പം ഒന്ന് കരുതലോടുകൂടി ചെയ്യുക. അതായത് ഏത് ഫീൽഡിലാണോ ബിസിനസ് ചെയ്യുന്നത് അതിനെപ്പറ്റി നന്നായിട്ടൊന്ന് അറിവ് നേടുക, അതിൻ്റെ മാർക്കറ്റ് എവിടെയാണെന്ന് ഉറപ്പുവരുത്തുക, എന്നിട്ട് ചെയ്യുക. ഷെയർ മാർക്കറ്റിലൊക്കെ ലാഭം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാലമാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന പല നിക്ഷേപങ്ങളും ചെയ്യാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത ഉണ്ടാകുന്ന കാലമാണ്. വിവാഹം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന കാലമാണ്. നല്ല വിവാഹ ബന്ധങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എഴുത്തും കലയുമൊക്കെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പുരസ്കാരങ്ങൾ, സമ്മാനങ്ങൾ ഒക്കെ കിട്ടും. നമ്മളുടെ വാക്കുകൾ വളരെ മധുരമാകും, അല്ലെങ്കിൽ ഔചിത്യബോധമുള്ളതാകും. അങ്ങനെ ഏതൊരു സദസ്സിലും നമ്മൾ ബഹുമാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടവുമാണ്. കഷ്ടപ്പാടുകളൊക്കെ നീങ്ങും. തടസ്സമില്ലാതെ കാര്യങ്ങളൊക്കെ വന്നു ചേരുന്ന കാലഘട്ടമാണ്. ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കും. നല്ല ആഹാരം കഴിക്കാൻ യോഗമുണ്ട്. കോടതി കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാകുന്ന കാലവുമാണ്. അപ്പോൾ അതുകൊണ്ട് 2-ൽ വ്യാഴം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സഞ്ചരിക്കുമ്പോൾ ഇത്തരം കൂടുതൽ സുഖാനുഭവങ്ങളുണ്ടാകും. ജീവിതം ഒരു കാം ആൻഡ് ക്വയറ്റായിട്ട് സ്വച്ഛന്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. ശത്രുക്കളുടെ ഉപദ്രവവും നന്നായിട്ട് കുറയും. പൂർണ്ണമായിട്ടും നമുക്കതിൽ നിന്ന് ഒഴിവാകാൻ പറ്റുമോ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. കാരണം ഈ വ്യാഴത്തിനൊന്നാതെ അതിചാരമുണ്ട്, പിന്നെ മിഥുനത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം ഈ ബുധൻ്റെ രാശിയാണല്ലോ, ബുധന് പല പല സ്വഭാവ വ്യത്യാസങ്ങളുള്ളൊരു ഗ്രഹമാണ്. അതുകൊണ്ടാണത് പറഞ്ഞത്. ശത്രുക്കളുടെ പ്രവൃത്തിയെ പൂർണ്ണമായിട്ടും അതിജീവിക്കാൻ പറ്റിയില്ല, എങ്കിലും നമുക്ക് തന്നെ മേൽക്കൈ കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാം. കച്ചവടത്തിൽ ലാഭവും ഉണ്ടാകും. ബിസിനസ് രംഗത്താണ് കേട്ടോ ഈ ശത്രുത കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ ഇടയുള്ളത്. ഇനി നമുക്ക് പരിഹാര കാര്യങ്ങളിലേക്കൂടെ നോക്കാം. അപ്പോൾ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശനി 11-ലാണ്.
രാഹു 10-ലാണ്, കേതു 4-ലുമാണ്. വ്യാഴൻ 2-ലും ശനി 11-ലും നിൽക്കുന്നതുകൊണ്ട് ഇടവക്കൂറുകാർക്ക് ധനപരമായിട്ട് വളരെ അനുകൂലമായ കാലമാണ്. അപ്പോൾ ശനി വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലുമാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്, മീനത്തിൽ. രാഹു 10-ലെന്ന് പറയുന്നത് അത്ര ഗുണകരമല്ല. എങ്കിലും കുംഭത്തിൽ നിൽക്കുന്ന രാഹു വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയില്ല എന്ന് ആശ്വസിക്കാം. 4-ലെ കേതു കുറച്ച് ദോഷം ചെയ്യും. വ്യാഴം അനുകൂല സ്ഥാനത്താണ്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തിയിട്ട് വിഷ്ണു മന്ത്രങ്ങളൊക്കെ ജപിക്കുകയാണെങ്കിൽ, നിങ്ങൾ പ്രത്യേകിച്ച് വഴിപാടൊന്നും കൊടുത്തില്ലെങ്കിലും വിഷ്ണു ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുക. വളരെ ഗുണകരമാണ്, ഐശ്വര്യങ്ങൾ വർദ്ധിക്കാൻ സഹായകമാണ്, സമൃദ്ധിയും ഉണ്ടാകും ജീവിതത്തിൽ. ശനിയും 11-ലായതുകൊണ്ട് അനുകൂലമാണ്. ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുന്നത് ഐശ്വര്യം വർദ്ധിക്കാൻ ഉത്തമമാണ്. ഇതോടൊപ്പം സർപ്പങ്ങൾക്ക് ആയില്യപൂജ ചെയ്യുകയാണെങ്കിൽ കർമ്മഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് മാറും. അതുപോലെ നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹു കേതുക്കൾക്ക് പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഈ കുടുംബത്തിൽ കേതു 4-ൽ സഞ്ചരിക്കുക, 4 പറയുന്ന കുടുംബഭാവമാണ്, വാഹനത്തെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാന് അപ്പമോ അടയോ എന്തെങ്കിലും ഒരു നേദിക്കുക, അല്ലെങ്കിൽ ഒരു നെയ്വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ കുടുംബത്തിൽ തർക്കങ്ങൾ ഒഴിവാകാൻ സഹായിക്കും. അതുപോലെ ഈ വാഹനത്തിനോ വീടിനോ ഒക്കെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ വരുന്നത് ഒഴിവാക്കാനും അത് സഹായിക്കും. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന മകയിരത്തിൻ്റെ 2ാമത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യ 1/4 ഭാഗം എന്നിവയിൽ ജനിച്ച ആളുകളുടെ ഫലമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ജന്മരാശിയിലേക്കാണ് വ്യാഴം ഇപ്പം എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് മിഥുനത്തിലേക്കാണ് വ്യാഴം ഇപ്പം സംക്രമിച്ചിട്ടുള്ളത്. പൊതുവെ സമ്മർദ്ദങ്ങൾ കൂടുന്ന ഒരു കാലമാണ്. ഈ ജന്മ വ്യാഴം എന്ന് പറഞ്ഞാൽ മനസ്സിന് സമ്മർദ്ദം ആണ് പ്രധാനമായിട്ടും അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ ഇടയുള്ള കാര്യം എന്ന് പറയുന്നത് വളരെയേറെ തിടുക്കം, എല്ലാ കാര്യത്തിലും ബഹളം വെച്ച് ഇപ്പം തീർക്കണം, ഇപ്പം ചെയ്യണം എന്നും പറഞ്ഞിട്ട് എടുത്ത് ചാടുന്ന ഒരു ദോഷമാണ് അനുഭവപ്പെടാൻ ഇടയുള്ളത്. ആത്മവിശ്വാസത്തെ ബാധിക്കുകയും ചെയ്യും. കാരണം ആലോചിക്കാതെ എടുത്ത് ചാടി ചെയ്താൽ ഒരിക്കലും നമുക്കത് ഒരു പൂർണ്ണ വിജയം സിദ്ധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരല്പസമയം ഒന്ന് ആലോചിച്ച് 2-3 തവണ നമ്മൾ ഒരു പ്രവൃത്തി എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് ചെയ്യുന്നത് നല്ലതാണ്. ജോലി മാറ്റങ്ങൾ വന്നിട്ട് കാണും. അപ്പോൾ ജോലി മാറ്റം കൊണ്ട് ഗുണം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രയാസം മനസ്സിലിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പഴയതിലും വലിയ മെച്ചമൊന്നും ഉണ്ടാകുന്നില്ല, പ്രത്യേകിച്ച് ധനപരമായിട്ട്. അർഹതപ്പെട്ട പ്രൊമോഷൻ കിട്ടാനായിട്ട് കാത്തിരിപ്പുണ്ടാകുന്നതും ഈ സമയത്ത് പ്രയാസമുണ്ടാകും. പിന്നെ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വിവാഹം നിശ്ചയിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു കാലഘട്ടവുമാണ്. പിതൃസ്വത്ത് കൈവശം വരാൻ സാധ്യതയുണ്ട്. പിതാവിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ ഈ മിഥുനക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക്, മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാം. സന്താനക്ലേശം ഉണ്ടായിട്ടുള്ള ആൾക്കാർക്ക് ഈ സമയത്ത് സന്താന യോഗവും സിദ്ധിക്കാം ഈ വർഷം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടുത്തു ചാടി അഭിപ്രായം പറയുക, അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോയി തലയിടുക, ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് ഈ വർഷം നല്ലത്. ഇല്ലെങ്കിൽ ഉള്ള ഭാഗ്യാനുഭവങ്ങളും കൂടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ജോലി സ്ഥലത്ത്, പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് വളരെയേറെ ശ്രദ്ധിക്കണം. കാരണം പ്രത്യേകിച്ച് മാനേജ്മെൻറ്റിനെതിരെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ അത് വളരെ ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. തുടർന്ന് കരിയറിനെ ബാധിക്കാം, നമ്മൾ അവിടുന്ന് മാറിയാൽ പോലും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ജോലിയൊന്നും മാറിയാലും പഴയ ഓണറെ നമ്മൾ, അല്ലെങ്കിൽ പഴയ ബോസിനെ നമ്മൾ കുറ്റപ്പെടുത്താൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. അന്യദേശത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അന്യദേശത്ത് തുടർ വിദ്യാഭ്യാസമൊക്കെ ലഭിച്ചേക്കാം. പിന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് സാധ്യതയുള്ളൊരു കാലമാണ്. ചികിത്സയൊക്കെ ആവശ്യമായിട്ട് വരാം. അതായത് ബ്ലഡ് പ്രഷർ, അതായത് രക്തസമ്മർദ്ദം വർദ്ധിക്കുക, അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കുറയുക, കൊളസ്ട്രോൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായാൽ ഉടനെ തന്നെ ചെക്കപ്പൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ സ്ഥാനം കൊണ്ടും അവർക്ക് ഒരു ദോഷമുണ്ട്. കാരണം ശനി കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നവും അവർക്ക് ഉണ്ടാകാം. കണ്ടകശനിയാണല്ലോ നീ. പിന്നെ വാഹനം വാങ്ങാനോ പുതിയ വസ്തു വാങ്ങാനോ ഒന്നും അത്ര അനുകൂല സമയമല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഈ ജന്മവ്യാഴം എന്ന് പറയുന്നത് മനപ്രയാസം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇത്
എങ്ങനെ ഡിസ്പോസ് ചെയ്യുമെന്നും പറഞ്ഞ് വിഷമിക്കരുത്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ വാങ്ങിക്കാൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ജ്യോത്സ്യത്തിൽ നല്ല അവഗാഹമുള്ള ഒരാളിനെ കണ്ടിട്ട് നല്ലൊരു സമയം കുറിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. പിന്നെ അസമയത്ത് യാത്ര ചെയ്യുക, അസമയത്ത് മറ്റുള്ളവരുടെ വീട്ടിൽ പോവുക തുടങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അത് മുഖേന ആരോപണങ്ങളോ അപവാദങ്ങളോ കേസുകളൊക്കെ ഉണ്ടാകാം. മാതൃസ്ഥാനീയർക്ക് രോഗാദി ദുരിതങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. അത് ഒന്ന് കരുതുക. മാതൃസ്ഥാനത്തുള്ള മാതാവിനോ അല്ലെങ്കിൽ മാതൃസ്ഥാനത്തുള്ളവർക്കോ രോഗാരിഷ്ടതകൾ വന്നാൽ ഉടൻ തന്നെ ചികിത്സ തേടാനായിട്ട് ശ്രദ്ധിക്കുക. മിഥുനക്കുറുകാരെ സംബന്ധിച്ച് ശനി 10-ലാണ്, കർമ്മഭാവത്തിലാണ്, രാഹു 9-ലാണ്, കേതു 3-ലുമാണ്. ജന്മരാശിയിലെ വ്യാഴം അനുകൂലമല്ലാത്തതുകൊണ്ടും കണ്ടകശനി ആയതുകൊണ്ടും തീർച്ചയായിട്ടും വ്യാഴപ്രീതിയും ശനിപ്രീതിയും ചെയ്യേണ്ടതാണ്. എല്ലാ ദിവസവും മഹാസുദർശന മാലാമന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. ഇനി അതറിയത്തില്ല എന്നുണ്ടെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ഏതെങ്കിലും ഒരു മന്ത്രം ജപിക്കുക, അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വിഷ്ണു ഭഗവാന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഓം നമോ നാരായണായ എന്നുള്ള ആ മന്ത്രം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും 18 തവണ വീതം ജപിക്കുക. രാവിലെ ദേഹശുദ്ധിയും മനഃശുദ്ധിയൊക്കെ വരുത്തിയിട്ട് ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നെയ്വിളക്ക് തെളിച്ച് വെച്ച് ജപിച്ചാൽ ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ മനപ്രയാസം ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും ഈ വഴിപാടുകളും കൂടെ എന്നോടൊപ്പം ചെയ്യുക. പിന്നെ ശാസ്താവിൻ്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും നല്ലതാണ്. ശനി ദോഷം മാറാനുള്ള ശനിപ്രീതിക്കായിട്ടുള്ള മന്ത്രം, നവഗ്രഹ മന്ത്രമുണ്ടല്ലോ, നവഗ്രഹ മന്ത്രങ്ങളിൽ ശനിപ്രീതിക്കുള്ള മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം എന്നുള്ള ആ മന്ത്രം ജപിക്കുക. പിന്നെ വിഷ്ണു ക്ഷേത്രത്തിലെ സുദർശന മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുക, നെയ്വിളക്ക് സമർപ്പിക്കുക, പാൽപ്പായസം കൊടുക്കുക, ഇതൊക്കെ നല്ലതാണ്. രാവിലെ ഭാഗ്യസൂക്ത മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. ഇതോടൊപ്പം തന്നെ മഹാദേവന് അർച്ചന സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മാസത്തിൽ ഒരു ദിവസമെങ്കിലും മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ പോയി ഒരു അർച്ചന കൊടുക്കണം. കാരണം ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് സാധ്യതയുള്ളൊരു കാലമായതുകൊണ്ട് ആ രോഗ സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് പ്രത്യേകം പറയുന്നത്. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ അനുഭവങ്ങളാണ്. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ്. അവർക്ക് വ്യാഴം 11-ൽ നിന്ന് 12-ലേക്കാണ് മാറുന്നത്. അപ്പോൾ പ്രതികൂല അനുഭവങ്ങളാണ്. 12-ാം ഭാവം വ്യാഴത്തിനൊട്ടും അനുകൂലമല്ല. 12-ാം വ്യാഴക്കാരൻ എന്ന് പറഞ്ഞാൽ തന്നെ നിർഭാഗ്യവാൻ എന്നാണ് ജ്യോതിഷത്തിൽ അർത്ഥം. ചിലവ്, സമൂഹത്തിൽ ഒരു അവമതി ഉണ്ടാകുക, അല്ലെങ്കിൽ അപമാനം ഉണ്ടാവുക, കഷ്ടനഷ്ടങ്ങളുണ്ടാകുക, ഒരുപാട് അലച്ചിലുകൾ വേണ്ടി വരിക, നാട് വിട്ട് മാറി നിൽക്കേണ്ടി വരിക തുടങ്ങിയ അനുഭവങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. ഈ 12-ാം ഭാവം എന്ന് പറയുന്നത് 12-ാം ഭാവത്തിൻ്റെ ലക്ഷണം അല്ല, അതുകൊണ്ടുള്ള കാരകത്വം തന്നെ പറയുന്നത് എന്താണ്? പാപം, വ്യയം, ചപതനം, നിരയേ വാമമമ്പകം, സ്ഥാനഭ്രംശം ച വൈകല്യം, ഇതല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ഥാനഭ്രംശവും അലച്ചിലും പ്രവാസവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കഷ്ടനഷ്ടങ്ങളൊക്കെ. അപ്പം വേറൊരു തരത്തിൽ ഗുണമുണ്ട്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ്, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഈ നാട് വിട്ട് കഴിയുന്നവർക്ക് തിരിച്ചു വരാനായിട്ട് പ്രയാസവുമായിരിക്കും. ഇതൊക്കെ ആയിരിക്കും സാധാരണഗതിയിൽ ഈ വ്യാഴത്തിൻ്റെ അവസ്ഥ കൊണ്ടുണ്ടാകുന്ന അനുഭവങ്ങൾ. അതുപോലെ തന്നെ ദമ്പതിമാർക്ക് 2 സ്ഥലത്തായിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു കഷ്ടാവസ്ഥയും ഉണ്ടാകും. വീട്ടിലൊരുപാട് ആവശ്യങ്ങളുള്ള സമയത്ത് രണ്ടുപേരും 2 സ്ഥലത്ത് നിൽക്കും. ഓരോ കാര്യങ്ങൾക്കായിട്ട് കരുതി വെച്ചിരുന്ന ധനം മറ്റ് കാര്യങ്ങൾക്കായിട്ട് എടുത്തു പോകും. ആശുപത്രി ചെലവ്, രോഗങ്ങൾ, ഇതിനൊക്കെ സാധ്യതയും ഉണ്ട് വ്യാഴം 12-ലായതുകൊണ്ട്. പിന്നെ വ്യാഴം 12-ലായതുകൊണ്ട് വാഹന ഉപയോഗത്തിലൊക്കെ ശ്രദ്ധ പുലർത്തണം. ആയുധങ്ങൾ, അഗ്നിയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധ പുലർത്തണം. കടങ്ങൾ വർദ്ധിച്ചു വരും. കടബാധ്യത കുറയ്ക്കാനായിട്ട് വലിയൊരു പരിശ്രമം തന്നെ ചെയ്യേണ്ടി വരും. പിന്നെ മറ്റുള്ളവർ വന്ന് നമ്മളെ മോശം കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കും. അത് സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഈ നിക്ഷേപങ്ങളുണ്ടല്ലോ, പെട്ടെന്ന് കൂണുപോലെ പൊട്ടിമുളച്ച് വരുന്ന ചില നിക്ഷേപ പദ്ധതികളുണ്ട്. അതിൽ ചേർക്കാനായിട്ട് ആൾക്കാർ വരും. ഒരു കാരണവശാലും അതിനെപ്പറ്റി നന്നായിട്ട് പഠിക്കാതെ അതിലേക്ക് പണം നിക്ഷേപിക്കരുത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. പണം പോകാനുള്ള വഴികളാണ് തുറന്ന് വരുന്നത് വ്യാഴം 12 വരുമ്പം. അതുകൊണ്ട് നല്ല ശ്രദ്ധ പുലർത്തിയാൽ മാത്രമേ നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ പണം സേവ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ വിവാഹം നടക്കാവുന്ന കാലമാണ്. അതിൽ പണച്ചെലവുണ്ടാകും എന്നുള്ളതും ഒരു
കാലഘട്ടമാണ്. പണം ലഭിക്കാൻ സാധ്യതയുള്ള എങ്ങനെയാണ്? പാരമ്പര്യമായിട്ട് കിട്ടിയ വസ്തു വിറ്റോ അല്ലെങ്കിൽ സ്വന്തം ഉടമസ്ഥയിലുള്ള ഏതെങ്കിലും സാധനം വിറ്റിട്ടോ ഒക്കെ ആയിരിക്കും പണലഭ്യത ഉണ്ടാകുന്നത്. ഏത് ഘട്ടത്തിലും പണം നഷ്ടപ്പെടാമെന്നുള്ളത് കൊണ്ട് നല്ല കരുതൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെക്കണം. പിന്നെ നമുക്ക് കുറച്ച് വഴിപാടുകളിലൂടെ ചെയ്യേണ്ടതുണ്ട്. കർക്കിടകക്കൂറുകാർക്ക് വ്യാഴം 12-ലും ശനി 9-ലും രാഹു 8-ലും കേതു 2-ലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, പാൽപ്പായസം, തുളസിമാല എന്നിവ നൽകിയിട്ട് പ്രാർത്ഥിക്കണം. മനസ്സിന് കണ്ടമാനം പ്രയാസം ഉണ്ടെങ്കിൽ ഈ നെയ്വിളക്ക് സമർപ്പിക്കുക, ഒരു താമരമുട്ടൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നല്ല ഗുണം ലഭിക്കും. പിന്നെ ധനപരമായ ഇടപാടുകൾ ചെയ്യുന്നതിന് മുമ്പ് മഹാവിഷ്ണുവിന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ സർപ്പദൈവങ്ങൾക്ക് തീർച്ചയായിട്ടും വഴിപാട് ചെയ്യണം. ശനി 9-ലായതുകൊണ്ട്, ഭാഗ്യഭാവത്തിലായതുകൊണ്ട് വലിയ ദോഷങ്ങൾ ചെയ്യുകയില്ല. എങ്കിലും ശാസ്താവിനൊരു നെയ്വിളക്ക് അല്ലെങ്കിൽ ഒരു നീരാജനമൊക്കെ സമർപ്പിച്ചിട്ട് വേണം പുതിയ കാര്യവും ചെയ്യാനായിട്ട്. അതുപോലെ ജോലിയിലൊക്കെ പ്രയാസം ഉണ്ടാകുകയാണെങ്കിൽ ശാസ്താവിന് 3 ശനിയാഴ്ചകളിൽ നീരാജനം നടത്തിയിട്ട് പ്രാർത്ഥിക്കണം. നവഗ്രഹ ക്ഷേത്രത്തിൽ ശനി ഭഗവാന് നീലപ്പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, അതായത് പുണർദം, 4-ാം പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ദോഷങ്ങൾ മാറി നിൽക്കാനും സാമാന്യം ഗുണകരമായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഒരു ജീവിതാനുഭവങ്ങളായിരിക്കും. ഒരുപക്ഷെ വ്യാഴം മാറി ഇത്രയും കാലമായപ്പം കുറേശ്ശെ അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ അനുഭവങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ പാദം എന്നിവയിൽ ജനിച്ച ആളുകളാണ്. ഈ ചിങ്ങക്കൂറുകാർക്കാണ് വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും ഗുണഫലം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഭാഗം ആളുകൾ. കാരണം എന്താണ്? ചിങ്ങക്കൂറിൻ്റെ 11-ാം ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിട്ടുള്ളത്. 11-ാം വ്യാഴത്തിന് കൊടുത്തു വെക്കണ്ടെന്നാണല്ലോ ചൊല്ലു പറയുന്നത്. എന്നുവെച്ചാൽ 11-ലേക്ക് വ്യാഴം വരുന്ന കാലത്ത് എല്ലാ കാര്യവും സിദ്ധിക്കും, സൽഫലങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആഗ്രഹങ്ങളെല്ലാം സഫലീകൃതമാകും എന്ന് പറഞ്ഞാൽ എല്ലാം സാധിച്ചെടുക്കാൻ സാധിക്കും. തടസ്സങ്ങൾ മാറിപ്പോകും, അല്ലെങ്കിൽ തടസ്സങ്ങളെ അതിജീവിച്ച് വിജയം നേടാൻ സാധിക്കും. സഹോദര സ്ഥാനീയർക്ക് ഗുണപരമായ മാറ്റങ്ങളുണ്ടാകും. വിവിധ മാർഗങ്ങളിൽ ധനം വന്നു ചേരും. തൊഴിലില്ലാത്തവർക്ക് പോലും ധനാഗമ മാർഗങ്ങൾ വന്നു ചേരും. ചെറിയ ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ബ്രോക്കറായിട്ട് പോവുകയോ ഇടനില നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ വാങ്ങി വിൽക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ ജോലി പ്രത്യേകിച്ച് ഇല്ലാത്തവർക്ക് പോലും ധനം ലഭിക്കാൻ സാധ്യതയുള്ള കാലമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആഗ്രഹിച്ച കോഴ്സുകൾക്ക് പ്രവേശനം കിട്ടും. ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. വലിയ മത്സരങ്ങൾ പലപ്പോഴും നേരിടേണ്ടി വന്നാൽ പോലും അതിലൊക്കെ വിജയിക്കാനായിട്ട് സാധിക്കും. സാമൂഹ്യമായ അംഗീകാരം ഉണ്ടാകും. അവിവാഹിതർക്ക് വിവാഹയോഗമുണ്ട്. സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ കാലമായിട്ട് ആഗ്രഹിച്ചവർക്ക് സന്താന ലബ്ധിയും ഉണ്ടാകും. സൽക്കർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കാൻ സാധിക്കും. ആത്മീയമായ കൂട്ടായ്മകളിലൊക്കെ പങ്കെടുത്ത് മനസ്സിന് ശാന്തി ലഭിക്കും. പൊതുവേ നല്ല ആരോഗ്യം ലഭിക്കുന്നതാണ്. നേരത്തെ രോഗബാധ ഉള്ളവർക്ക് ചികിത്സയിലൂടെ സൗഖ്യം കിട്ടുന്നതുമാണ്. രാഷ്ട്രീയമായിട്ട് ഗുണമുണ്ടാകും. നമ്മളിൽ നേരത്തെ നഷ്ടപ്പെട്ടു പോയ പദവികളുണ്ട്, വേറെ ആരെങ്കിലുമൊക്കെ തട്ടിയെടുത്ത പദവികൾ നമുക്ക് തിരിച്ച് ലഭിക്കും. പൊതുവെ അനുയായികളുണ്ടാകും, പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ സാധിക്കും. ഈ കോടതി വ്യവഹാരങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. പിന്നെ വീട് നിർമ്മിക്കാൻ സാധിക്കും. പുതിയ വസ്തുവോ വാഹനമോ ഒക്കെ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അതിലൊക്കെ കാലം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പക്ഷേ ചിങ്ങക്കൂറിന് വേറൊരു ചെറിയ ദോഷമുണ്ട്. ശനി 8-ലാണ്, അഷ്ടമശനിയാണ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വ്യാഴം 11-ലാണ്, വ്യാഴത്തിൻ്റെ അനുകൂല ഫലങ്ങൾ കിട്ടും. മാത്രമല്ല ഈ ചിങ്ങം രാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ രാശിയാണല്ലോ. വ്യാഴവും സൂര്യനും ബന്ധുക്കളുമാണ്, മിത്രഗ്രഹങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആനുകൂല്യം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുമെങ്കിലും 8-ലെ ശനി വളരെ ദോഷകരമാണ്. അഷ്ടമശനി എന്ന് പറയുന്നത് മനസ്സിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഏതൊരു കാര്യം ചെയ്താലും വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. വ്യാഴം 11-ലാണെന്നും പറഞ്ഞുകൊണ്ട് എന്തും ചാടിക്കയറി ചെയ്യുന്ന രീതി ഒഴിവാക്കണം. പിന്നെ മറ്റൊരു കാര്യം നോക്കേണ്ടത് രാഹു 7-ലാണ്. 7-ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ വിവാഹം, ദാമ്പത്യബന്ധം,
പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ അല്പം വിഷം ഉള്ള ഒരു ഗ്രഹമാണ് രാഹു എന്നുള്ളത് അറിയാമല്ലോ. കുംഭൻ രാശി രാഹുവിന് കുഴപ്പമില്ല എങ്കിൽ പോലും ഈ 7ാം ഭാവത്തിൽ, അതായത് പങ്ക് വെച്ച് അനുഭവിക്കേണ്ട കാര്യങ്ങളിലൊക്കെ, അത് കൂട്ടു ബിസിനസ്സാണെങ്കിലും ദാമ്പത്യബന്ധമാണെങ്കിലുമൊക്കെ സ്വരച്ചേർച്ചക്കുറവ് ഉണ്ടായേക്കാം. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കേതു ജന്മക്കൂറിലാണ്, അപ്പോൾ അതും ചിങ്ങക്കൂറുകാർക്ക് ശ്രദ്ധിക്കേണ്ട കാലമാണ്. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യണം? വ്യാഴത്തിൻ്റെ പൂർണ്ണഫലം സിദ്ധിക്കാനായിട്ട് വിഷ്ണു മന്ത്രം നിത്യവും ജപിക്കേണ്ടതാണ്. വിഷ്ണു ഭഗവാന്റെ ഏതെങ്കിലും മന്ത്രങ്ങൾ അല്ലെങ്കിൽ സഹസ്രനാമം ഇതൊക്കെ ജപിക്കുക. ഈ കാര്യത്തിൽ ഒരറിവില്ലാത്തവർ ഓം നമോ നാരായണായ എന്നുള്ള അഷ്ടാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുക. 8 അക്ഷരങ്ങളുള്ള ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ജപിക്കുക. അത് രാവിലെയും വൈകിട്ടും 18 തവണ ജപിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ പൂർണ്ണഫലങ്ങൾ കിട്ടുകയും ചെയ്യും, മറ്റ് ദോഷങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. തീർച്ചയായിട്ടും നെയ്വിളക്ക്, പാൽപ്പായസം, തുളസിമാല എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ചെയ്യാൻ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തുകൊള്ളുക. അഷ്ടമശനി കാലമായതുകൊണ്ട് ശനിയാഴ്ച സൂര്യോദയം മുതൽ തുടങ്ങുന്ന ശനിയുടെ കാലഹോരാ സമയത്ത് നെയ്വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കണം. അടുത്ത് ശാസ്താക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുക ശനിയാഴ്ച സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത്. അത് വളരെ ഗുണകരമാണ്. അപ്പോൾ ശനിയുടെ ആ ദോഷം മാറാനായിട്ട് സഹായിക്കും. നീരാഞ്ജനം നൽകുന്നതും നല്ലതാണ്. വീട്ടിൽ ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ, അതായത് ക്ഷേത്രത്തിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രാവിലെ നെയ്വിളക്ക് തെളിച്ച് വെച്ച് ശാസ്താവിൻ്റെ മന്ത്രം ജപിക്കുക. അതുപോലെ ശനിദേവൻ്റെ മന്ത്രങ്ങളും ജപിക്കുക. രാഹു 7ലാണ്. അപ്പോൾ രാഹുവിൻ്റെ ദോഷം വരാതിരിക്കാനായിട്ട് സർപ്പദൈവങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. ഒരു മഞ്ഞൾപ്പൊടി വാങ്ങിച്ച് സമർപ്പിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഒരു 3 ആയില്യ പൂജ ചെയ്യുന്നതും ഉത്തമമാണ്. അപ്പോൾ നമുക്ക് ഈ സ്വരച്ചേർച്ചക്കുറവ്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ജന്മത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ട് ഗണപതി ഭഗവാന് ഒരു നെയ്വിളക്ക് സമർപ്പിക്കുക. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ്. ഉത്രം 2, 3, 4 പാദങ്ങൾ, അതായത് ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി ഭാഗം. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് കന്നിക്കൂറിൽ വരുന്നത്. അവർക്ക് വ്യാഴം 10ാം ഭാവത്തിലേക്കാണ് ഇപ്പോൾ സംക്രമിച്ചിട്ടുള്ളത്. അപ്പോൾ 3, 6, 8, 12 ഭാവങ്ങളിലാണ് വ്യാഴത്തിന് ദോഷകരം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പൊതുതത്വമായിട്ട്. പക്ഷേ ഈ കർമ്മഭാവമായ 10ാം ഭാവവും വ്യാഴത്തിന് ഗ്രഹചാരവശാൽ നോക്കുമ്പം സുഖകരമല്ല. ഈ 10ൽ ജാതകത്തിൽ വ്യാഴം നിന്നാൽ നല്ലതാണ്. പക്ഷേ 10ൽ ഗ്രഹചാരവശാൽ, അതായത് താൽക്കാലിക സഞ്ചാരം കൊണ്ട് വ്യാഴം വരുന്ന സമയത്ത് അത്ര ഗുണകരമല്ല. അതുകൊണ്ട് തന്നെ ഈ കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ഫലമായിരിക്കും ഈ സമയത്ത് ഉണ്ടാകുന്നത്. തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ തൊഴിൽ മാറ്റം ആഗ്രഹിക്കുമെങ്കിലും ചിലപ്പോൾ നിലവിലുള്ള ജോലിയിൽ തന്നെ പിടിച്ചു നിൽക്കേണ്ട അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടേക്കാം. നിങ്ങളുടെ അനുഭവങ്ങൾ ആയിട്ട് താരതമ്യപ്പെടുത്തി നോക്കുക. നിലവിലെ ജോലി ഉപേക്ഷിച്ചാൽ മെച്ചപ്പെട്ടത് കിട്ടാൻ ബുദ്ധിമുട്ടും. ബിസിനസ്സിൽ പ്രതികൂല നടപടികൾ ഉണ്ടാകാം. അധികം മുതൽ മുടക്കി ബിസിനസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നല്ല എക്സ്പെർട്ടാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആദ്യം ചെറിയ തുക മുടക്കി ചെയ്ത് നോക്കിയിട്ട് തുടർന്നാൽ മതി. പിന്നെ വിദേശത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അന്യനാട്ടിൽ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ചെറുകിട സംരംഭങ്ങളിൽ നിന്ന് ന്യായമായ ലാഭം പ്രതീക്ഷിക്കാം. ഏജൻസി, കമ്മീഷൻ ഇടപാടുകൾ തുടങ്ങിയവയിൽ നിന്ന് ധനം ലഭിച്ചേക്കാം. മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമാന്യം അനുകൂലമായ കാലമാണ്. എന്തെങ്കിലുമൊക്കെ രോഗബാധകൾ അലട്ടാൻ സാധ്യതയുണ്ട്. അതായത് ഈ കമ്മ്യൂണിക്കേറ്റീവ് ഡിസീസ് എന്ന് പറയുന്ന പകർച്ചവ്യാധികളിൽ നിന്ന് രോഗം ഉണ്ടാകാം. ഉദര സംബന്ധമായ രോഗങ്ങൾക്കും സാധ്യതയുണ്ട്. ഈ പുറത്തു പോകുന്നവർ, വെളിയിൽ പോയി ജോലി ചെയ്യുന്നവർ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ കഴിക്കാവുള്ളൂ. ഭക്ഷണം മുഖേന അസുഖങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, സ്വരച്ചേർച്ചക്കുറവൊക്കെ ഉണ്ടാകാം. സഹപ്രവർത്തകരിൽ ചിലർ നമ്മളോട് അനിഷ്ടം പ്രകടിപ്പിക്കാനുള്ള സാധ്യതയും ഈ സമയത്ത് ഉണ്ട്. തൊഴിലിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ, തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ ഉള്ളൊരു കാലമാണിത്. ഒരുപക്ഷെ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാക്കാം. തൊഴിലിടം ശോഭനമല്ല എന്നുള്ളതാണ് ആ ഫലം. മേലധികാരികൾ ഒരു അപ്രീതികരമായ നിലപാട് സ്വീകരിക്കാം. ചിലപ്പോൾ ജോലി കളഞ്ഞാലോ എന്ന് പോലും ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ
നന്നായിട്ട് ക്ഷമയോടെ സഹിഷ്ണുതയോടെ മുന്നോട്ട് പോകണം. കാരണം പെട്ടെന്ന് മറ്റൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ തൊഴിൽ മുഖേന ധനം ലഭിക്കുകയും ചെയ്യും. ഈ 10-ലെ വ്യാഴം എന്ന് പറയുന്നത് പരിതാപം സൃഷ്ടിക്കും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കളയാനും വയ്യ, പിടിച്ചു നിൽക്കാനും വയ്യ, അങ്ങനെ ഒരു പ്രയാസം ഈ സമയത്ത് ഉണ്ടാകാം. അതുപോലെ മറ്റുള്ളവരുടെ വഴക്കുകളിൽ പോയി മധ്യസ്ഥത പിടിക്കുന്നതും പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ കന്നിക്കൂറിന് വ്യാഴം 10-ലും ശനി 7-ലും രാഹു 6-ലും കേതു 12-ലുമാണ്. വ്യാഴത്തിൻ്റെ ഗ്രഹചാര ദോഷം മാറ്റുന്നതിനായിട്ട് 10-ലെ ഗ്രഹചാരം എന്ന് പറയുന്നത് ദോഷമാണെന്ന് പറഞ്ഞല്ലേ വ്യാഴം. അപ്പം വിഷ്ണു ഭഗവാന്റെ ദ്വാദശ നാമാവലി നിത്യവും ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ രാജഗോപാല മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്, വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച്. വളരെ ഭക്തിയോടെ ഇത് ചെയ്യണം. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. തുടർച്ചയായിട്ട് 5 വ്യാഴാഴ്ച ചെയ്താൽ നമുക്ക് ദോഷഫലങ്ങൾ നന്നായിട്ട് കുറയും. പിന്നെ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഈ നെയ്വിളക്കിനോടൊപ്പം ഒരു പാൽപ്പായസം കൂടെ സമർപ്പിക്കാം, തുളസിമാല സമർപ്പിക്കാം. അതൊക്കെ നിങ്ങളുടെ കഴിവ് പോലെ ചെയ്യുക. ഏതായാലും ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ശനി 7 എന്ന് പറയുമ്പോൾ കണ്ടകശനിയാണ്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച അതിരാവിലെ ശനിയുടെ കാലഘോരയിൽ ശാസ്താവിനെ ധ്യാനിച്ച് മന്ത്രം ജപിക്കുക. രാഹു 6-ൽ നിൽക്കുന്നത് കൊണ്ട് വലിയ ദോഷകരമല്ല. കേതു 12-ൽ നിൽക്കുന്നത് അത്ര ഗുണകരവുമല്ല. 12-ലെ കേതുവിൻ്റെ ദോഷം കുറയാൻ വേണ്ടിയിട്ട് ഗണപതിക്ക് അടനിവേദ്യം സമർപ്പിക്കാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പം അമിത ചെലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ്. അപ്പോൾ തുലാക്കൂറിൽ വരുന്നത് ചിത്തിരിയുടെ 3, 4 പാദങ്ങൾ, ചോതി നക്ഷത്രം, വിശാഖം 1, 2, 3 പാദങ്ങളിൽ ജനിച്ചവർ, അതായത് വിശാഖത്തിൻ്റെ ആദ്യ 3/4 ഭാഗത്ത് ജനിച്ചവർ. അവർക്ക് വ്യാഴം 9-ാം സ്ഥാനത്തേക്കാണ് ഇപ്പം മാറിയിട്ടുള്ളത്. ഇത്രയും കാലം 8-ലെ വ്യാഴ വരുന്ന അഷ്ടമ വ്യാഴ വരുന്ന അവിടുന്ന് 9-ലോട്ട് മാറി. ജീവിതം സാമാന്യം സൗഭാഗ്യത്തിലേക്ക് കടക്കുകയാണ്. നഷ്ടപ്പെട്ട പദവികളൊക്കെ തിരിച്ചു കിട്ടും. നേരത്തെ നമ്മുടെ ഇഷ്ടം കൂടാതെ വേറൊരു ഓഫീസിലോട്ട് സ്ഥലം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പം പഴയ സ്ഥാനത്തോട്ട് തന്നെ തിരിച്ചു വരാനായിട്ടൊക്കെ സാധിക്കും. പൊതുവെ എല്ലാവരും സൗഹൃദത്തോടെയും സന്തോഷത്തോടെയും ഇടപെടുന്ന ഒരു കാലമാണ്. സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുന്ന കാലമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കുമൊക്കെ നേരത്തെ കുറേ കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കും. അനുയായികൾ വീണ്ടും അടുത്തേക്ക് വരും. പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് വിവാഹ സാഫല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദാമ്പത്യബന്ധം കൂടുതൽ ഊഷ്മളമാകും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കുറച്ചുകൂടെ സമയം ചെലവഴിക്കാനായിട്ട് സാധിക്കും. തൊഴിൽ മാറ്റം ഗുണകരമായിട്ട് വരും. ശമ്പളത്തിൽ വർധനവുണ്ടാകും. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മാർക്കറ്റ് പിടിക്കാനൊക്കെ സാധിക്കും. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ആൾക്കാർ അന്വേഷിച്ച് എത്തിച്ചേരും. വെറൈറ്റി കൊണ്ടുവരും. നമ്മൾ വ്യത്യസ്ത സാധനങ്ങളിൽ ബിസിനസ് ചെയ്ത് പണമുണ്ടാക്കും. ഷെയർ മാർക്കറ്റിൽ നിന്നും ലാഭം ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് പഠന മികവുണ്ടാകും. വിദേശ പഠനത്തിന് പോകേണ്ടവർക്ക് അത് സാധിക്കും. സ്കോളർഷിപ്പുകൾ, പുരസ്കാരങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു കാലമാണ്. ഫെലോഷിപ്പൊക്കെ കിട്ടാം. പുതിയ വാഹനം വാങ്ങാനോ വീട് നിർമ്മിക്കാനോ ഒക്കെ യോഗമുള്ള കാലവുമാണ്. അപ്പോൾ തൊഴിൽ ഭാഗ്യം, ധനയോഗവും തൊഴിൽ ഭാഗ്യവും ഉണ്ടാകാൻ ഇടയുള്ളൊരു കാലഘട്ടമാണ്. ദാമ്പത്യപരമായിട്ട് സാമാന്യം സുഖമായിരിക്കും. അതുപോലെ സാമ്പത്തികമായിട്ടും വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകാൻ ഇടയില്ല. ബുദ്ധിപൂർവ്വം മാത്രം നിക്ഷേപങ്ങൾ നടത്തുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വ്യാഴം 9-ലും ശനി 6-ലും രാഹു 5-ലും കേതു 11-ലുമായിട്ടാണ് തുലാക്കൂറുകാർക്കിപ്പം ഉള്ളത്. അപ്പം വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുന്നത് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കാനായിട്ട് വളരെ ഗുണപ്രദമാണ്. ശനി 6-ലായതുകൊണ്ട് അനുകൂലമാണ്. ശത്രുതയൊക്കെ കുറയും. ശത്രുദോഷങ്ങളൊക്കെ കുറയും. ദാമ്പത്യപരമായിട്ട് സുഖവും സന്തോഷമൊക്കെ ഉണ്ടാകും. രാഹു 5-എന്ന് പറയുന്നത് ബുദ്ധിയുടെയും പ്രതിഭാശക്തിയുടെയും സന്താനങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന ഭാവമായതുകൊണ്ട് സർപ്പദൈവങ്ങൾക്കൊരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. അതായത് അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ നല്ലതാണ്. സർപ്പങ്ങൾക്ക് ഒരു വെറ്റില, അടയ്ക്ക, ഒരു നാണയം എന്നിവ ചേർത്ത് സമർപ്പിക്കുക. സാമ്പത്തികം ആയിട്ട് ശേഷിയുണ്ടെങ്കിൽ ഒരു മഞ്ഞൾപ്പൊടിയൂടെ സമർപ്പിക്കുന്നത് നല്ലതാണ്. അപ്പം അവർക്ക് ദോഷഫലങ്ങൾ കുറയുകയും ഗുണഫലങ്ങൾ വർദ്ധിക്കാനും അത് നല്ലതാണ്. അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലം നമുക്ക് നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിൻ്റെ 4-ാം പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ആളുകളാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം
7-ാം ഭാവത്തിൽ നിന്ന് 8-ലേക്കാണ് ഇപ്പം വ്യാഴം മാറിയിട്ടുള്ളത്. ഈ 8-ാം ഭാവം എന്ന് പറയുന്ന അഷ്ടമവ്യാഴം എന്ന് പറയുന്നത് അനുകൂലമല്ല. പലതരം വെല്ലുവിളികൾ ഉണ്ടായേക്കാം. അതായത് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ചെയ്തു തുടങ്ങുമ്പോൾ അന്നേരമാണ് അറിയുന്നത് അതിൻ്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങളുണ്ടോ, എങ്ങനെ ഞാനിതിനി ചെയ്തു തീർക്കും. ചില ജോലിയൊക്കെ നമ്മൾ ചാടിക്കയറി അങ്ങ് ഏറ്റെടുക്കും പല സ്ഥാപനങ്ങളിലും. പിന്നീട് നമുക്ക് വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് വേണം അത് പൂർത്തിയാക്കാൻ. ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. വ്യാഴമാണ് ശുഭഗ്രഹമായതുകൊണ്ട് മാത്രം വലിയ തട്ടുകേടില്ലാതെ രക്ഷപ്പെടാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഒരു കെണിയിൽപ്പെട്ട പോലെ കുറച്ച് വിഷമിക്കും. പെട്ടെന്ന് സുഖമായിട്ട് കരുതിയ പല കാര്യങ്ങളും അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാവും. ജോലി ഉപേക്ഷിക്കുന്നത് നല്ലതല്ല. ഇപ്പം നിലവിലുള്ള ജോലിയിൽ തുടരുന്നതാണ് ഈ സമയത്ത് ഗുണകരം. ജോലി ഉപേക്ഷിക്കാനുള്ള ചില ചിന്തകളൊക്കെ ഉണ്ടാകും. ഇല്ലെങ്കിൽ അത്ര ഉറപ്പായിരിക്കണം. മറ്റൊരു ജോലിയിൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി അവിടെ ജോയിൻ ചെയ്തിട്ട് മാത്രം പഴയത് വിടുക. അന്യദേശത്തെ പഠനത്തിന് ജോലിക്കൊക്കെ സാധ്യതയുണ്ട്. നമുക്ക് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും പറയുന്ന സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റാതെ പ്രയാസപ്പെടും. അതുപോലെ തന്നെ തിരിച്ചും നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പല ആളുകളും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേണ്ട സമയത്ത് ലഭിക്കാതെ നമ്മൾ പ്രയാസപ്പെടും. കൂട്ടുകെട്ടുകളിൽ കരുതൽ പുലർത്തണം. ഉത്തരവാദിത്തങ്ങൾ കൃത്യസമയത്ത് നിർവഹിക്കാൻ പറ്റാതെ വിഷമിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ചെന്ന് തലയിടേണ്ടി വരും. ആ തലയിടുന്നതോട് നമ്മൾ തന്നെ ഏറ്റെടുക്കുന്നതാണ്. ആ ഏറ്റെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാതെ പ്രയാസമാവും. യാത്രകളിൽ കരുതൽ ഉണ്ടായിരിക്കണം. കൂട്ടു ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നത് നല്ലതല്ല. പാർട്ട്നേഴ്സിനെ നമ്മുടെ കൂട്ടത്തിൽ ചേർക്കുന്നത് വളരെ ആലോചിച്ച് വേണം. ചെറിയ ചെറിയ അസുഖങ്ങളായിട്ട് നമുക്ക് തോന്നുന്ന പല അസുഖങ്ങളുടെയും പിന്നിൽ മറ്റു പല രോഗലക്ഷണങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് അസുഖം വന്നാൽ അത് കാര്യമായ അസുഖമൊന്നും അല്ല എന്ന് വിചാരിച്ചിരിക്കാതെ നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. എന്താണ് നമ്മുടെ രോഗാവസ്ഥ എന്ന് ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ ഭാവിയിൽ പശ്ചാത്തപിക്കേണ്ട അവസ്ഥ ഉണ്ടാകാം. പിന്നെ നേരത്തെ അനുഭവിച്ചിരുന്ന പല ഐശ്വര്യങ്ങൾക്കും തടസ്സം വരുന്നത് കൊണ്ടുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാകാം. സ്ഥാവര ജംഗമ വസ്തുക്കൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കോടതി വ്യവഹാരങ്ങളുണ്ടാകാം. മാനസികമായിട്ടൊരു ഉത്സാഹക്കുറവ് അനുഭവപ്പെടാം. ബാങ്കുകളിൽ നിന്നോ ഗവൺമെൻറ്റിൽ നിന്നോ ഒക്കെ നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള തൊഴിൽ നഷ്ടത്തിലേക്ക് എത്തിച്ചേരുന്ന ചില സാഹചര്യങ്ങളുണ്ടാകാം. പരമാവധി പിടിച്ചു നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഷ്ടമ വ്യാഴമല്ലേ. സാമ്പത്തിക നഷ്ടം ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തണം. ഒരുപാട് ചിലവുള്ള കാര്യങ്ങളിലോട്ടൊന്നും ഇടപെടാതിരിക്കുക. കുടുംബാംഗങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. മനസ്സിൻ്റെ ബലം കളയാതെ ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുക. പിന്നെ ഈ നാളുകാരൊന്ന് ശ്രദ്ധിക്കണം. ഇവരുടെ ഭാഗത്തുനിന്ന് പല ധിക്കാര നടപടികളും മേലധികാരിക്ക് നേരെയോ സഹപ്രവർത്തകർക്ക് നേരെയൊക്കെ ധിക്കാരം കാണിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ചെയ്യാൻ പാടില്ല. കാരണം അത് പിന്നീട് തിരുത്താൻ പറ്റാത്തൊരു പ്രയാസത്തിലേക്ക് പോകും. നമ്മൾ വീണ്ടും ഒന്നിച്ച് ജോലി ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് എത്ര ദേഷ്യം വന്നാലും കണ്ടമാനം ധിക്കാരമൊന്നും കാണിക്കരുത്. നയപരമായിട്ട് നേരിടണം. ശത്രുക്കൾ ദ്രോഹിക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. വഴക്കും മാനസിക പിരിമുറുക്കവും ഒന്നും വർദ്ധിക്കാതെ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ അത് പ്രയാസം ഉണ്ടാക്കും. വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം 8-ലും ശനി 5-ലും രാഹു 4-ലും കേതു 10-ലുമാണ്. വ്യാഴദോഷ പരിഹാരമായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സംവാദ സൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കണം. അത് എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വഴക്കുകളും അഭിപ്രായ തർക്കങ്ങളും ധിക്കാരമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സംവാദ സൂക്തം എന്ന് പറയുന്നത് അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു വഴിപാടാണ്. അതുകൊണ്ടാണത് ചെയ്യണം എന്ന് പറയുന്നത്. അത് ഒരു 5 വ്യാഴാഴ്ചയെങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എല്ലാ ആഴ്ചയും കഴിയുമെങ്കിൽ വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തുക. ഇനി എന്തെങ്കിലും കാരണവശാൽ പോകാൻ പറ്റിയില്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം വീട്ടിലിരുന്ന് ജപിക്കേണ്ടതാണ്. എല്ലാ ആൾക്കാരും ഈ നക്ഷത്രങ്ങളിൽ വരുന്നവർ വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നത് വളരെ നല്ലതാണ്. ശനി 5-ലായതുകൊണ്ട് തന്നെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഇരിക്കും. ശാസ്താവിനും ശനിദേവനും നീലപ്പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ശനിയാഴ്ചകളിലാണെങ്കിൽ ഏറ്റവും നല്ലത്. രാഹു അനുകൂലമായിട്ട് വരാൻ വേണ്ടിയിട്ട് സർപ്പദൈവങ്ങൾക്ക് 100 പാലും സമർപ്പിക്കുക, മഞ്ഞൾപ്പൊടി സമർപ്പിക്കുക. ഇതൊക്കെ നല്ലതാണ്. കർമ്മഭാവത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് ഗണപതി ഭഗവാന് അപ്പമോ അടയോ കറുകമാലയോ നേദിക്കുന്നത് നല്ലതാണ്, സമർപ്പിക്കുന്നത് നല്ലതാണ്. ജോലിക്കും ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നവർ ഗണപതി ഭഗവാൻ്റെ ഒരു കറുകമാല സമർപ്പിക്കുകയാണെങ്കിൽ തടസ്സങ്ങൾ മാറാൻ വളരെ ഉത്തമമാണ്.
അടുത്തത് ധനിക്കൂറിൽ വരുന്ന മൂലം പുരാടം ഉത്രാട നക്ഷത്രക്കാരുടെ ഇപ്പോഴത്തെ അനുഭവങ്ങളെപ്പറ്റി നോക്കാം. അവർക്ക് വ്യാഴം 7ാം ഭാവത്തിലേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത്. 7ലെ വ്യാഴം എന്ന് പറയുന്നത് സാമാന്യം സുസ്ഥിതിയുള്ള നല്ല സ്ഥിതിയുള്ള വ്യാഴമാണ്. അതുകൊണ്ട് അനുകൂലമായ ഫലങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ 7ാം ഭാവത്തിലെ വ്യാഴം പരിപൂർണമായിട്ടും ഗുണകരമെന്ന് പറഞ്ഞുകൂടാ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വ്യാഴം 7ൽ വരുന്ന സമയത്ത് ദാമ്പത്യത്തിൽ ചില ചെറിയ സ്വരച്ചേർച്ചക്കുറവൊക്കെ ഉണ്ടാകാം. മറ്റു കാര്യങ്ങൾ ധനപരമായ കാര്യങ്ങൾക്കും പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങളിലുമൊക്കെ 7ലെ വ്യാഴം ഗുണകരമായിട്ട് വരും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് പഠിക്കാനോ വിദേശത്ത് തൊഴിൽ കിട്ടാനോ ഒക്കെ സാധ്യതയുണ്ട്. പ്രണയസാഫല്യം ഉണ്ടാകുന്ന കാലമാണ്. വിവാഹം നടക്കാൻ സാധ്യതയുള്ളൊരു വർഷമാണ്. ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. വാഹനയോഗമുണ്ട്. പഴയ വാഹനം മാറ്റിയിട്ട് പുതിയത് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് നിലവിലുള്ള വാഹനം മാറ്റിയിട്ട് മറ്റൊന്ന് വാങ്ങിക്കാനുള്ള ഒരു യോഗമുണ്ട്. തീർത്ഥാടനങ്ങൾക്ക്, ആത്മീയമായ യാത്രകൾക്ക്, സത്സംഗങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ഉല്ലാസയാത്രകൾ കുടുംബത്തോടൊപ്പം ചെയ്യാനുള്ള യോഗവും ഉണ്ട്. ഇനി നമുക്ക് വഴിപാടുകളെപ്പറ്റി നോക്കുമ്പോൾ വ്യാഴം 7ലും ശനി 4ലും രാഹു 3ലും കേതു 9ലുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുന്നത് ഭാഗ്യം കൂടാൻ വളരെ ഗുണപ്രദമാണ്. വ്യാഴാഴ്ച വിഷ്ണു ഭഗവാന് നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരു പാൽപ്പായസം കൂടെ സമർപ്പിച്ചാൽ ഏറ്റവും നല്ലത്. പക്കപ്പിറന്നാൾ ദിവസമാണെങ്കിൽ പാൽപ്പായസവും തുളസിമാലയും കൂടെ സമർപ്പിക്കുക. പിന്നെ ശനി 4ലായതുകൊണ്ട് കണ്ടകശനിയാണ്. ശാസ്താവിന് ഭാഗ്യസൂക്ത അർച്ചന ചെയ്യുക, നെയ്വിളക്ക് സമർപ്പിക്കുക. നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിദേവന് നീലപ്പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ അത്രയും ചെയ്താൽ ശനിയുടെ ദോഷങ്ങൾ മാറും. രാഹു 3ൽ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കേതു 9ലായതുകൊണ്ട് വലിയ ദോഷമൊന്നും ചെയ്യുകയില്ല. എങ്കിലും സർപ്പദൈവങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് സന്താന സൗഭാഗ്യത്തിനും അതുപോലെ സന്താനങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത മകരക്കൂറിൻ്റെ ഫലങ്ങൾ നോക്കാം. മകരക്കൂറി വരുന്നത് ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ്. അപ്പോൾ ഈ മിഥുനത്തിലേക്ക് വ്യാഴം പ്രവേശിച്ചു കഴിഞ്ഞതുകൊണ്ട് മകരക്കൂറുകാരുടെ 6ാം ഭാവത്തിലാണ് വ്യാഴം വന്നിട്ടുള്ളത്. വ്യാഴത്തിന് 6ാം ഭാവം ദോഷകരമാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ പ്രതികൂല ഫലങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. മുൻതൂക്കം പ്രതികൂല ഫലങ്ങൾക്കായിരിക്കും. കാര്യവിഘ്നങ്ങളുണ്ടാകാം. ലക്ഷ്യത്തിലെത്താൻ കൂടുതൽ പരിശ്രമിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായേക്കാം. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങിയാലും നല്ലൊരു അനുഭവം ഉണ്ടാകാനായിട്ട് കാലതാമസം വരും. ഈ വ്യാഴം എന്ന് പറഞ്ഞാൽ മാരകദോഷമൊന്നും ചെയ്യുകയല്ല, ശുഭഗ്രഹമാണല്ലോ. എങ്കിലും കാലതാമസവും തടസ്സവുമാണ് ഈ 6ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്തുള്ള പ്രത്യേകത. പിന്നെ ഒരു ശത്രുദോഷവും. വ്യാഴം 6ലാകുമ്പോൾ വ്യാഴം മറഞ്ഞാണ് നിൽക്കുന്നത്. 6ാം ഭാവം എന്ന് പറയുന്നത് ശത്രുഭാവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദുഷ്പ്രേരണകൾ ഉണ്ടാകാം. നമ്മളെ തെറ്റായ വഴികളിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾക്ക് നമ്മുടെ അടുത്തേക്ക് വരും. അതിലൊന്നും പോയി വീഴരുത് എന്നുള്ളതാണ്. കായിക അധ്വാനം വർദ്ധിക്കുന്നതാണ്. ശരീരം കൊണ്ട് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. ധനപരമായിട്ട് പല അമളികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അബദ്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിക്ഷേപങ്ങളാണെങ്കിലും ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി പണം ചെലവ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ വളരെ ആലോചിച്ച് മാത്രമേ ഈ വർഷം ചെയ്യാവുള്ളൂ. ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകാം. വിദേശ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ അതത്ര ഗുണകരമാണമെന്നില്ല. ഭാര്യാഭർത്താക്കന്മാർക്ക് ഒന്നിച്ച് കഴിയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. വാഹനയാത്ര ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ആ സമയത്ത് ഡ്രൈവിങ്ങുകൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ കനത്ത മഴയുള്ളപ്പോഴോ അപകട സാധ്യതയുള്ള സന്ദർഭങ്ങളൊക്കെ ഡ്രൈവിങ് ചെയ്യുമ്പോൾ ഒഴിവാക്കുക. രോഗക്ലേശാദികളുണ്ടാകാം. നല്ല ചികിത്സ തേടാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചിലവുകൾ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആഹാരത്തിൽ ഒരു ക്രമം പാലിക്കണം. അമിത ആഹാരം, മോശമായ ആഹാരം കഴിക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരു ക്രമം പുലർത്തുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ അത് ദോഷകരമാവും. പിന്നെ 6ലെ വ്യാഴം ശത്രുക്കളെ ക്ഷണിച്ചു വരുത്തുമെന്നാണ് പറയുന്നത്. സഹോദരങ്ങൾ പോലും തിക്താനുഭവങ്ങൾ നൽകും എന്നൊരു കാലമാണ് 6ലെ വ്യാഴം വരുന്ന കാലം. പിന്നെ മറ്റുള്ളവരെ വിശ്വസിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ സുഹൃത്തുക്കളായിട്ട് കരുതുന്നവരോട് പോലും വലിയ രഹസ്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അവർ സുഹൃത്തുക്കളായിട്ട് നിന്നോട്ടെ കൂട്ടത്തിൽ. നമുക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള നമ്മുടെ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ അതുപോലെ അടുത്ത ആൾക്കാരോട് മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാവുള്ളൂ. എവിടെ നിന്നും ചതി വരാം.
അപ്പം അതാണ് ചുവരുകളെ പോലും വിശ്വസിക്കില്ലാത്ത കാലമെന്നാണ് 6-ാം ഭാവത്തിലെ വ്യാഴത്തെപ്പറ്റി പറയുന്നത്. ആശുപത്രി വാസത്തിനും സാധ്യതയുണ്ട്. 2 വീലറൊക്കെ ഉപയോഗിക്കുന്നവർ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചോളുക. മകരക്കൂറിന് വ്യാഴം 6-ലും ശനി 3-ലും രാഹു 2-ലും കേതു 8-ലുമാണ്. ഈ സമയത്ത് നല്ല ശ്രദ്ധ പുലർത്തണം. വ്യാഴദോഷ പരിഹാരമായിട്ട് സംവാദ സൂക്ത പുഷ്പാഞ്ജലി നടത്തണം. ദേവീക്ഷേത്രത്തിൽ ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യണം. ശത്രുസംഹാര പുഷ്പാഞ്ജലി ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ദേവീക്ഷേത്രത്തിൽ അർച്ചന ചെയ്യണം തീർച്ചയായിട്ടും. നിങ്ങളുടെ കുടുംബ ദേവതയ്ക്ക് വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. പണമിടപാടുകളിൽ ചതിവ് പറ്റാതിരിക്കാനായിട്ട് വളരെയേറെ ശ്രദ്ധിക്കണം. എന്ത് പണമിടപാട് നടത്തിയാലും അതിനു മുമ്പ് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. വിഷ്ണു ഭഗവാനെ വ്യാഴാഴ്ച തോറും ദർശിക്കുന്നത് ഈ കാലത്ത് വളരെ നല്ലതാണ്. എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഓം നമോ നാരായണായ എന്നുള്ള അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുന്നതൊക്കെ ഏറ്റവും ഉത്തമമാണ്. സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതുപോലെ നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുവിന് അർച്ചന ചെയ്യുക. അത് വളരെ പ്രധാനമാണ്. പിന്നെ ഈ രാഹുവും കേതുവും ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട്, രാഹു വാക്കിൻ്റെ സ്ഥാനത്താണ്, കേതു അഷ്ടമസ്ഥാനത്താണ്. അതുകൊണ്ട് വാക്കുകൾ പിഴച്ച് ശത്രുത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സർപ്പ ദൈവങ്ങൾക്ക് ഒരു കദളിപ്പഴം കൂടെ നേദിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സർപ്പക്ഷേത്രങ്ങൾ, മണ്ണാറശാല പോലുള്ള ക്ഷേത്രത്തിലൊക്കെ കദളിപ്പഴ നേദ്യമുണ്ട്. അതുകൂടെ ചെയ്താൽ വാക്ക് പിഴയ്ക്കാതെ ഇരിക്കും. ഇല്ലെങ്കിൽ അബദ്ധം പറ്റും. നമ്മൾ ആരോടാണ് പറയുന്നതെന്ന് നോക്കാതെ ചിലപ്പം വെട്ടി തുറന്നങ്ങോട്ട് അഭിപ്രായ പ്രകടനം നടത്തും. അത് ദോഷകരമായിട്ട് വരും. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. ഇതാണ് അവരുടെ വഴിപാടുകൾ. അടുത്ത കുംഭക്കൂറിനാണ്. കുംഭക്കൂർ വരുന്നത് അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം, പൂരിട്ടാതിയുടെ 1, 2, 3 പാദങ്ങളാണ്. അപ്പം അവരെ സംബന്ധിച്ച് വ്യാഴം 5-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. 5-ാം ഭാവം വ്യാഴത്തിന് ഗുണകരമാണ്. സന്താനഭാഗ്യം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഏറ്റവും നല്ലൊരു കാര്യമെന്ന് പറയുന്നത്. ഒരുപാട് കാലമായിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർക്ക് ഈ സമയത്ത് സന്താനഭാഗ്യം ഉണ്ടാകും. ഇപ്പം മക്കൾ പ്രായപൂർത്തിയായവരാണെങ്കിൽ അവർക്ക് ഉന്നത ബിരുദങ്ങൾ ലഭിക്കാം, നല്ല ജോലി ലഭിക്കാം, വിവാഹം നടക്കാം. ഇങ്ങനെയുള്ള പല ഗുണങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ധനവരവിലെ തടസ്സങ്ങൾ നീങ്ങും. ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. 5-ാം ഭാവം എന്ന് പറയുന്നത് ബുദ്ധിയുടെയും പ്രതിഭയുടെയൊക്കെ ഭാവമാണ്. നമുക്ക് പല പല കലാപരമായിട്ടോ കായിക രംഗത്തോ ഒക്കെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. ധനപരമായിട്ട് വളരെ ഗുണമുണ്ടാകും. നമ്മൾ ഏതൊരു സമൂഹത്തിലും നമ്മളെടുക്കുന്ന നിലപാടുകൾക്ക് സമൂഹത്തിൻ്റെ പിന്തുണ കിട്ടുന്ന കാലമാണ്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. ലോട്ടറി മുഖേനയോ അല്ലെങ്കിൽ നറുക്കെടുപ്പുകളിൽ കൂടിയോ ഒക്കെ ധനഭാഗ്യം ഉണ്ടാകും. ജോലി നല്ലത് ലഭിക്കും. മത്സരങ്ങളിൽ വിജയിക്കും. കിടപ്പ് രോഗികൾക്ക് പോലും ചികിത്സ കൊണ്ട് നല്ല ആശ്വാസം ലഭിക്കുന്ന കാലഘട്ടമാണ്. സാഹിത്യം, കല തുടങ്ങിയ മേഖലകളിൽ നന്നായിട്ട് ശോഭിക്കാനും പുരസ്കാരങ്ങളൊക്കെ കിട്ടാനുമുള്ള സാധ്യതയുണ്ട്. നിക്ഷേപങ്ങൾ പലതും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. അത് ഭാവിയിൽ മുതൽക്കൂട്ടാവുകയും ചെയ്യും. കുടുംബത്തിനും തനിക്കുമൊക്കെ നല്ല രീതിയിൽ മുതൽക്കൂട്ടാകുന്ന നിക്ഷേപങ്ങൾ ഈ സമയത്ത് ചെയ്യാൻ സാധിക്കും. എപ്പോഴും ശ്രദ്ധയോടെ ചെയ്യുക, ഈശ്വരവിശ്വാസത്തോടെ ചെയ്യുക. പിന്നെ ദാമ്പത്യബന്ധങ്ങൾ വളരെ മികച്ചതാകും എന്ന് പറഞ്ഞല്ലോ. സന്താനങ്ങൾക്ക് നല്ല ജോലികൾ ലഭിക്കുന്നതിലൂടെ മനസ്സിന് സന്തോഷമുണ്ടാകും. കുടുംബ സ്വത്തൊക്കെ ലഭിക്കും. പുതിയ വീട് വെക്കാനോ വാഹനം വാങ്ങാനോ ഒക്കെ സാധിക്കുന്ന കാലമാണ്. പൊതുവേ ജീവിതത്തിലൊരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്ന കാലമാണ്. വിദേശയാത്രാ തടസ്സങ്ങളുണ്ടായിരുന്നവർക്ക് അത് നീങ്ങിയിട്ട് യാത്രകൾ ചെയ്യാനും യോഗമുണ്ടാകും. ഇപ്പോൾ കുംഭക്കൂറുകാർക്ക് വ്യാഴം 5-ലും ശനി 2-ലും രാഹു ജന്മത്തിലും കേതു 7-ലുമാണ്. വ്യാഴം അനുകൂലമാണ്. വിഷ്ണു ഭഗവാന് വഴിപാടുകൾ ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാൻ വളരെ ഗുണപ്രദമാണ്. 3 വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും പാൽപ്പായസവും തുളസിമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ തടസ്സങ്ങൾ മാറാൻ വളരെ ഗുണകരമാണ്. സാമ്പത്തികമായിട്ടാണെങ്കിലും വിദേശയാത്രയ്ക്കുള്ള വിസ തടസ്സങ്ങളൊക്കെ ആണെങ്കിലും മാറാനായിട്ട് ഇത് കൃത്യമായിട്ടൊന്ന് ചെയ്യുക. പിന്നെ ശാസ്താവിന് നെയ്വിളക്ക് സമർപ്പിക്കണം. ധനഭാവത്തിലാണല്ലോ ശനി നിൽക്കുന്നത്. പിന്നെ ഹാരം അല്ലെങ്കിൽ മാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നീരാജനം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും നല്ലതാണ്. ഒരു 3 ശനിയാഴ്ച നീരാജനം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഒരുപാട് ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഗണപതി ഭഗവാന് ഭാഗ്യസൂക്ത അർച്ചന നടത്തുക. രാഹുദോഷത്തിന് 100 പാലും സമർപ്പിക്കുക. രാഹു ജന്മത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ടുള്ള പ്രയാസങ്ങൾ മാറാൻ വേണ്ടി 100 പാലും സമർപ്പിക്കുക. ഈ രാഹു ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ ചില ധനഭാഗ്യങ്ങളും ഉണ്ടാകും. പക്ഷേ പെട്ടെന്ന് ധനം വരും, പെട്ടെന്ന് പോകും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. എങ്കിലും നമുക്ക് ഈ വഴിപാടുകളിൽ കൂടെ ഭാഗ്യം വർദ്ധിപ്പിക്കാം. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ സാമാന്യ ഫലങ്ങൾ നോക്കാം.
പൂരുരുട്ടാതിയുടെ അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കാണ് വ്യാഴം 4-ാം ഭാവത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ 4-ൽ വ്യാഴം സഞ്ചരിക്കുന്നത് അത്ര ഗുണകരമല്ല, എങ്കിലും സമ്മിശ്രമായ അനുഭവം എന്നാണ് പറയാൻ കഴിയുന്നത്. വീട്ടിൽ അശാന്തി ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് സാധ്യതയുണ്ട്. 3-ലെ വ്യാഴം 4-ലേക്ക് മാറുന്നത് കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പിണക്കങ്ങളൊക്കെ മാറി കുടുംബാംഗങ്ങൾ കുറച്ചുകൂടെ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. സുഹൃത്തുക്കളുമായിട്ടും അങ്ങനെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി ഒത്തുചേരാനുള്ള സാധ്യതയുണ്ട്. വസ്തു വാങ്ങാൻ സാധിക്കും. എപ്പോഴും ഏതൊരു കാര്യം ചെയ്താലും രേഖകളൊക്കെ പരിശോധിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. വസ്തു വാങ്ങുമ്പോഴാണെങ്കിലും വീട് വാങ്ങുമ്പോഴാണെങ്കിലും വീട് വിൽക്കുമ്പോഴാണെങ്കിലും ഒക്കെ പ്രമാണങ്ങളും ആധാരവും ഒക്കെ കൃത്യമായിട്ട് പരിശോധിക്കുക. എല്ലാത്തിനും രസീതുകളും ടാക്സ് റെസീറ്റൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. വീട് നിർമ്മാണം ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ജോലിയിൽ മാറ്റം ഇപ്പോൾ അഡ്വൈസബിൾ അല്ല, എന്ന് പറഞ്ഞാൽ അനുകൂലമല്ല. ജോലി മാറാനുള്ള കാലം അനുകൂലമല്ല. ബിസിനസ്സിൽ പണം മുടക്കുമ്പോഴും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ദൂരദിക്കിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് ആ ബിസിനസ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. എങ്കിലും കുടുംബത്തിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഉണ്ട്. പൊതുവെ നോക്കുമ്പോൾ സന്തോഷമായിരിക്കും. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കാലം അനുകൂലമാണ്. വാഹനം വാങ്ങാനുള്ള യോഗമുണ്ട്. വാഹന ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ടതുമാണ്. കൃഷി കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. പിന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. ആത്മീയമായിട്ട് കുറച്ച് ഉന്നതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടവുമാണ്. തൊഴിലിൽ വിജയം നേടാനായിട്ട് കുറച്ച് കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കൃത്യസമയത്തൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ മുടങ്ങിക്കിടന്ന ചില പദ്ധതികളൊക്കെ വീണ്ടും ആരംഭിക്കാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക, മറ്റുള്ളവരുടെ വഴക്കുകളിൽ ഇടപെടുക, ഇതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ നമ്മളും കൂടെ അതിനകത്ത് ഉൾപ്പെട്ടു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. വിദേശയാത്രയ്ക്കൊക്കെ പോകുന്നവർ നല്ല സമയം നോക്കിയിട്ട് അത് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ മാതൃസ്ഥാനീയർക്ക് ചില ദുഃഖങ്ങളോ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യമായ ബന്ധങ്ങളിൽ ഏർപ്പെടരുത് എന്നുള്ളതും കൂടെ പ്രത്യേകം എടുത്ത് പറയുകയാണ്. മീനക്കൂറിൽ വരുന്ന ഈ പൂരുട്ടാതി ഉത്രട്ടാതി രേവതിക്കാർ അനാവശ്യമായ ചില ബന്ധങ്ങളിൽ ഏർപ്പെടാൻ അതിനുള്ള പ്രലോഭനങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കണം. അല്ലെങ്കിൽ ധനനഷ്ടവും മാനഹാനിയും ശരീരത്തിന് ക്ഷതവും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണത് എടുത്തു പറഞ്ഞത്. അനാവശ്യമായ ബന്ധങ്ങളിൽ പോകാതിരിക്കുക, അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, അതാണ് അവർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് വഴിപാടുകളിലേക്ക് നോക്കുമ്പോൾ മീനക്കൂറിന് വ്യാഴം 4-ലും ശനി ജന്മത്തിലും രാഹു 12-ലും കേതു 6-ലുമാണ്. അല്പം കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാലഘട്ടമാണ്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് മഞ്ഞപ്പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പാൽപ്പായസമോ തുളസിമാലയോ ഒക്കെ സമർപ്പിക്കുക. 5 വ്യാഴാഴ്ചകളിൽ നെയ്വിളക്ക് സമർപ്പിക്കുക. ഇതൊക്കെ നല്ലതാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിന് മഞ്ഞപ്പട്ട് സമർപ്പിച്ച് മഞ്ഞപ്പൂക്കൾ കൊണ്ടുള്ള പുഷ്പാഞ്ജലി ചെയ്യുന്നത് നല്ലതാണ്. കഴിയുന്നിടത്തോളം വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. കുടുംബ സമാധാനത്തിനായിട്ട് വിഷ്ണു ഭഗവാന് താമരമാലയോ തുളസിമാലയോ സമർപ്പിക്കുക. കുടുംബത്തിൽ വലിയൊരു വഴക്കുണ്ടാകും എന്നുള്ളതല്ല, ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസം അതുമൂലം മനസ്സിനൊരു ശാന്തി കുറവ് ആണ് അനുഭവിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് ഈ വഴിപാട് ചെയ്യാൻ പറയുന്നത്. രാഹു മുഖേനയുള്ള ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. രാഹു മുഖേന ചിലവ് വർദ്ധിക്കും. 12-ലെ രാഹു ഇല്ലേ, അതുകൊണ്ട് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഒരു പിടി നാണയം സർപ്പങ്ങൾക്ക് സമർപ്പിക്കുക. 6-ലെ കേതു വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. അതുപോലെ നമുക്കും മുറിവേൽക്കും മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ട്. അതുകൊണ്ട് ഗണപതിക്ക് അപ്പം നേദിക്കുക. ഏതൊരു കാര്യത്തിന് പോകുന്നതിന് മുമ്പും ഗണപതി ഭഗവാനൊരു കറുകമാല വാങ്ങിച്ച് സമർപ്പിക്കുക. കാരണം ഈ ആർക്കും ഇഷ്ടമല്ല അപമാനം ഉണ്ടാകുന്നത് മറ്റുള്ളവരിൽ നിന്ന്. ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും പുറത്തുള്ള ആൾക്കാരാണെങ്കിലും അവർ നമ്മളോട് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് മനപ്രയാസം ഉണ്ടാകും. അത് ഒഴിവാക്കാനാണ് ഗണപതി ഭഗവാന് അപ്പം നേദിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് വ്യാഴമാറ്റം കൊണ്ട് ഇപ്പോൾ അനുഭവിക്കാനിടയുള്ള ഓരോ കൂറുകാരുടെയും ഫലങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് ഈ ദോഷഫലങ്ങൾ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും.
ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവരുടെയും കുടുംബത്തിൽ സമാധാനവും സന്തുഷ്ടിയും ഉണ്ടാകട്ടെ, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ധനപരമായിട്ടുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.